ഭാരത ജനതയെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ ഒരു ഭീകരാക്രമണമാണ് 2008 നവംബർ മാസം 26-ാം തീയതി ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായിട്ടുള്ള മുംബൈയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നത്. ഏകദേശം 3 ദിവസത്തോളം നീണ്ടുനിന്ന ആ ഭീകരർക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ പല ഉദ്യോഗസ്ഥർക്കും പല സൈനിക ഉദ്യോഗസ്ഥർക്കും ജീവൻ നഷ്ടമായി. ഇന്ത്യക്ക് മിടുക്കരായിട്ടുള്ള പല ഉദ്യോഗസ്ഥരെയും നഷ്ടപ്പെട്ടു. ഒപ്പം തന്നെ നിരവധി നിരപരാധികൾക്ക് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു നിർണായകമായിട്ടുള്ള ഒരു വിജയമാണ് ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഭരണകൂടം കൈവരിച്ചിരിക്കുന്നത്. ആ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച, അതിന് ഒത്താശ ചെയ്ത തവാഹുർ ഹുസൈൻ റാണ എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരനെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കുവാൻ ഇന്ത്യൻ ഭരണകൂടത്തിന് സാധിച്ചു. അക്ഷരാർത്ഥത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ആ ഒരു ആക്രമണത്തിൽ സംഭവിച്ചത്? ആരൊക്കെയാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്? എത്തരത്തിലാണ് ലഷ്കർ ഇ തോയ്ബ എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകര സംഘടന പാക് ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ടത്? അതിൻ്റെ പിന്നിലെ ചില നടുക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിലൂടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ അരുൺ. നമുക്കറിയാവുന്നതുപോലെ ഈ 2008 നവംബർ മാസം 26-ാം തീയതി നടന്ന ആ ഒരു മുംബൈ ഭീകരാക്രമണം ഇന്ത്യയുടെ ഒരു അഭിമാനത്തിനേറ്റ ഒരു ക്ഷതം കൂടിയായിരുന്നു. ലഷ്കർ ഇ തോയ്ബ ഭീകരർ, ഏകദേശം 10ഓളം വരുന്ന ലഷ്കർ ഇ തോയ്ബ ഭീകരർ മുംബൈയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയം നടത്തിയ ആ ഒരു ഭീകരാക്രമണം, അതിൽ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മുംബൈയിലെ CST റെയിൽവേ സ്റ്റേഷൻ, നരിമാൻ പോയിൻ്റ്, ലിയോപോൾഡോ കഫേ, ഏറ്റവും പ്രധാനപ്പെട്ടത് താജ് ഹോട്ടൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ അവർ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി നിരപരാധികളാണ് മരിച്ചു വീണത്. ഒപ്പം തന്നെ ഇന്ത്യക്ക് വളരെ മിടുക്കരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ, സൈനികരെയൊക്കെ നഷ്ടപ്പെടുകയുണ്ടായി. മലയാളിയായിട്ടുള്ള സന്ദീപ് ഉണ്ണികൃഷ്ണൻ, ഹേമന്ത് കാർക്കറെ, വിജയ് സലസ്കർ പോലുള്ള മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിക്കേണ്ട ഒരു അവസ്ഥയും ആ ഒരു ആക്രമണത്തോടനുബന്ധിച്ച് നടക്കുകയുണ്ടായി. നമ്മൾ ഇന്ന് ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭീകരതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ ഒരു നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ഈ ഒരു സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ട് നീണ്ട ഒരു 14-15 വർഷങ്ങൾക്ക് ശേഷം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച, അതായത് ഈ ഭീകര ആക്രമണത്തിൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ഗൂഢാലോചന നടത്തുകയും അതിനുവേണ്ട സഹായങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്ത തവാഹുർ ഹുസൈൻ റാണ എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരൻ, ഇസ്ലാമിക തീവ്രവാദി, ഒരു കനേഡിയൻ പൗരത്വം ഉള്ള വ്യക്തിയാണ്. ഈ പറയുന്ന ഭീകരൻ മുമ്പ് പാക് മിലിറ്ററിയിൽ ഒരു ഡോക്ടറായിട്ട് സേവനം ചെയ്തിരുന്നു. അവിടെ നിന്ന് വിരമിച്ച ശേഷമാണ് ഈ കാനഡയിലേക്ക് വരുന്നത്. അവിടെ ഒരു ഇമിഗ്രേഷൻ സർവീസുമായി ബന്ധപ്പെട്ട ബിസിനസ് ഈ പറയുന്ന വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മറവിലാണ് ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഭീകരൻ ക്രമീകരിച്ചിരുന്നത്. മാത്രമല്ല ഒരു തീവ്ര ഇസ്ലാമിക ആശയങ്ങളിൽ ആകർഷകനായ വ്യക്തി കൂടിയാണ് ഈ തവാഹുർ ഹുസൈൻ റാണ. പലപ്പോഴും മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വ്യക്തിയുടെ പേര് പറയുമ്പോൾ ഈ തവാഹുർ ഹുസൈൻ റാണ എന്ന് പറയുന്ന ആ മുഴുവൻ പേര് പറയാൻ പലപ്പോഴും മടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അദ്ദേഹം തവാഹുർ ഹുസൈൻ റാണയാണ്, ഇസ്ലാമിക തീവ്രവാദിയാണ്. ഈ കാനഡയിലായിരുന്ന സമയത്ത് ഈ ഹലാൽ കേന്ദ്രീകൃതമായിട്ടുള്ള അറവുശാലയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തി കൂടിയാണ് തവാഹുർ ഹുസൈൻ റാണ എന്ന് പറയുന്ന വ്യക്തി. ഇനി ആ വ്യക്തിയെ ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലിലൂടെ അമേരിക്കയിൽ ദീർഘകാലം അവിടെ ജയിലിലായിരുന്ന ആ വ്യക്തിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു. NIAയുടെ കസ്റ്റഡിയിലാണ്, ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ആ ഒരു ഗൂഢാലോചനയുമായി ബന്ധപ്പെടുത്തി ഈ പറയുന്ന തവാഹുർ ഹുസൈൻ റാണ ഈ 2008 നവംബർ മാസത്തിൽ കൊച്ചി, അതായത് കേരളം വരെ സന്ദർശിച്ചിരുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെ വന്നിരുന്നു. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ തവാഹുർ ഹുസൈൻ റാണയോടൊപ്പം തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്ന, എന്നാൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ദാവൂദ് സയ്യിദ് ഹിലാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ഈ പറയുന്ന വ്യക്തിയുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ചില കൗതുകകരമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നൊരു പേര് മാധ്യമങ്ങളിങ്ങനെ പൊതുസമൂഹത്തിൽ രജിസ്റ്റർ ചെയ്യാൻ ഇങ്ങനെ പെടാപാട് വിടുന്നുണ്ട്. പക്ഷേ ഈ ദാവൂദ് സയ്യിദ് ഗിലാനി എന്നാണ് ഈ പറയുന്ന വ്യക്തിയുടെ യഥാർത്ഥ പേര്. പക്ക ഒരു ഇസ്ലാമിക തീവ്രവാദിയാണ്. 2005 ലഷ്കർ ഇ തോയ്ബയുടെ നിർദ്ദേശപ്രകാരമാണ് അമേരിക്കയിലെ ഫിലഡൽഫിയയിൽ വെച്ച് ഈ ഭീകരാക്രമണങ്ങൾക്ക് കുറേ കൂടി ഒരു വേഗത കൂട്ടാൻ വേണ്ടി ഈ പറയുന്ന വ്യക്തി ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന പേരിലേക്ക് പേര് മാറ്റപ്പെടുന്നത്.
അറിയപ്പെടുന്നത്. പക്ഷേ അത് ഈ പറയുന്ന ആൾ ഒരു ഇസ്ലാമിക തീവ്രവാദി തന്നെയാണ്. ഈ ആളുടെ ഒരു ചെറിയൊരു ചരിത്രം കൂടി പറഞ്ഞിട്ട് ഞാൻ റോബിനിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. ആളുടെ പിതാവ് പാക് നയതന്ത്രജ്ഞനായിരുന്ന സായിദ് സലീം ഗിലാനിയാണ് ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അല്ലെങ്കിൽ ദാവൂദ് സയ്യിദ് ഗിലാനി എന്ന് പറയുന്ന വ്യക്തിയുടെ പിതാവ്. മാതാവ് എന്ന് പറയുന്നത് US-കാരിയായ സിറിൻ ഹെഡ്ലി എന്നാണ് അദ്ദേഹത്തിൻ്റെ അമ്മ. അപ്പോൾ ഈ പറയുന്ന വ്യക്തി ജനിച്ചത് US-ലാണ്. ജനനത്തിന് ശേഷം പിന്നെ പാകിസ്ഥാനിലേക്ക് വരുന്നു. പാകിസ്ഥാനിലെത്തിയതിനു ശേഷം ആളുടെ അമ്മ തിരിച്ച് അമേരിക്കയിലേക്ക് പോകുന്നു. പിന്നീട് പാകിസ്ഥാനിൽ നിന്നും ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അല്ലെങ്കിൽ ദാവൂദ് സയ്യിദ് ഗിലാനി വീണ്ടും US-ലേക്ക് വരുന്നു. അവിടെ ചെറിയ ഈ പറയുന്ന മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്നു. അതായത് പാകിസ്ഥാനിൽ നിന്നും US-ലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതുമായി ബന്ധപ്പെട്ട് US-ൻ്റെ ഡ്രഗ് ട്രാഫിക്കിംഗ് എൻഫോഴ്സ്മെൻ്റ് പിടിയിൽ അകപ്പെടുന്നു. പിന്നീട് അവരുടെ ഒരു ഇൻഫോർമറായിട്ട് പാകിസ്ഥാനിൽ ഈ പറയുന്ന വ്യക്തി പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഒരു മറവിലാണ് ലഷ്കർ ഇ തോയ്ബയുമായിട്ട് ഈ ആൾ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നത്. വളരെയധികം റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നത്, ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള സന്നാഹങ്ങളുമൊക്കെ ആയിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. പിന്നീടാണ് ഈ 2005 മുതൽ ഈ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമാകുന്നത്. അതിൻ്റെ എടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ തവാഹു ഹുസൈൻ റാണയും ഒപ്പം ഈ ദാവൂദ് സയ്യിദ് ഗിലാനിയെ ബന്ധിപ്പിക്കുന്ന ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഇരുവരും പഠിച്ചത് പാകിസ്ഥാനിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മിലിറ്ററി സ്കൂളിലാണ്. അത് ഹസൻ അബ്ദാൾ എന്ന് പറയുന്ന മിലിറ്ററി സ്കൂളിലാണ്. അതായത് രണ്ടുപേരും കൂട്ടുകാരാണ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ തവാഹുർ ഹുസൈൻ റാണയുടെ ഇമിഗ്രേഷൻ ഓഫീസ് അത് മുംബൈയിൽ ആ ഒരു കാലഘട്ടത്തിൽ സ്ഥാപിക്കുന്നു. അതിൻ്റെ മറവിലാണ് ഈ ദാവൂദ് സയ്യിദ് ഗിലാനി എന്നറിയപ്പെടുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലി മുംബൈ ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഇന്ത്യയിൽ വന്ന് വിവിധയിടങ്ങളിൽ ഈ അവിടെ ആക്രമണം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രദേശങ്ങളിൽ ഫോട്ടോ എടുക്കുന്നു. അതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ച് ലഷ്കർ ഇ തോയ്ബയ്ക്കും ഒക്കെ ഒപ്പം പാകിസ്ഥാൻ്റെ ചാരസംഘടനയ്ക്കൊക്കെ കൈമാറുന്നു. ഈ ദാവൂദ് സയ്യിദ് ഗിലാനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ ലുക്കുള്ള ഒരു മനുഷ്യനാണ്. ഒരു പാകിസ്ഥാൻ ലുക്കല്ല, വെസ്റ്റേൺ ലുക്കാണ്. അതാണ് ലഷ്കർ ഇ തോയ്ബ യൂസ് ചെയ്തത്. അപ്പോൾ വെസ്റ്റേൺ ലുക്ക് പ്ലസ് ഈ പറയുന്ന ഒരു പേര് മാറ്റം ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന വ്യക്തി ഇന്ത്യയിലേക്ക് വരുന്നു. അങ്ങനെ ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റോബിൻ, വളരെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു വിജയം ഇന്ത്യ നേടിക്കഴിഞ്ഞിരിക്കുന്നു. തവാഹൂർ ഹുസൈൻ റാണയെ ചോദ്യം ചെയ്യുന്നു. ആ പറയുന്ന വ്യക്തി കേരളത്തിൽ വന്നിരുന്നു. ഇനി കേരളത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ആരൊക്കെയായിട്ടാണ് ഈ പറയുന്ന വ്യക്തി ബന്ധം സ്ഥാപിച്ചത് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുന്നുണ്ട്. ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ആ വ്യക്തിയുടെ സന്ദർശനത്തിന് ശേഷമാണ് കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ ഉണർന്നത്, കൂടുതൽ ശക്തി പ്രാപിച്ചത് എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ ഒരു പോരാട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രത്തോളം ഒരു നിർണായകമാണ് ഈ തവാഹുർ ഹുസൈൻ റാണ എന്ന് പറയുന്ന കൊടും ഇസ്ലാമിക തീവ്രവാദി ഇന്ത്യയിലേക്ക് എത്തിക്കുവാൻ, ആ തീവ്രവാദി ഇന്ത്യയിലേക്ക് എത്തിക്കുവാൻ NIAക്ക് സാധിച്ചത്? അത് എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിന് ഊർജം പകരും? ഒന്ന്, ഇന്നത്തെ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ തവാഹുർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് ലഭിച്ചു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചൊരു തുറുപ്പ് ചീട്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാകിസ്ഥാൻ്റെ തീവ്രവാദത്തെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതിനെ തുറന്നു കാട്ടാനുള്ള ഒരു ട്രംപ് കാർഡായിട്ട് നമുക്ക് തവാഹുർ ഹുസൈൻ റാണയെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രധാനപ്പെട്ട വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്ത്യ ഒരു തീവ്രവാദിയെയും, സ്വന്തം മാതൃരാജ്യത്ത് സ്വന്തം മണ്ണിൽ കയറി ആക്രമണം നടത്തിയ ഒരു തീവ്രവാദിയെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുത കൂടി അതിൻ്റെ കൂടെ നിലനിൽക്കുന്നുണ്ട്. ഇത് സമാനമാണ്. ഇസ്രായേലിൻ്റെ ഉദ്യോഗസ്ഥർ ഇതിനോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. കാരണം ഇസ്രായേൽ ഇതുപോലത്തെ ഗാസയിൽ നിന്ന് തീവ്രവാദികളുടെ അധിനിവേശത്തെ അഭിമുഖീകരിക്കുകയും അതിനെതിരെ ആക്രമണം നടത്തുകയും ചെയ്യുന്ന സാഹചര്യമുള്ള അതേ സാഹചര്യം തന്നെയാണ് ഈ പാകിസ്ഥാൻ. എന്ന് വെച്ചാൽ ഗാസയിലെ തീവ്രവാദികൾ ഇസ്രായേൽ കയറി ആക്രമണം നടത്തിയ അതേ രീതിയിൽ തന്നെയാണ് പാകിസ്ഥാൻ, അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ച് അവിടെ ഇൻഫിൽട്രേറ്റേഴ്സിനെ ഇന്ത്യയിലേക്ക് അയക്കുകയും ഇവിടെ ആക്രമണം നടത്തുകയും ഒരുപാട് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ആക്രമണങ്ങളിലൂടെ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു കാലത്ത് ഉടലെടുത്തിരുന്നു. ഇന്ത്യയുടെ വീക്ക്നെസ്, ഇന്ത്യയുടെ ഒരു തളർച്ചയെ പരമാവധി മുതലെടുത്തുകൊണ്ട് പാകിസ്ഥാൻ ഒരുപാട് ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ കൃത്യമായ മെസ്സേജാണ് ഇവർക്കെല്ലാം കൊടുക്കുന്നത്. ഇവിടെ ഇന്ത്യൻ മണ്ണിൽ കയറി ആക്രമണം നടത്തിയ ആരും എവിടെ ചെന്ന് ഒളിച്ചാലും, ലോകത്തിൻ്റെ ഏത് മുക്കിലോ മൂലയിലോ കയറി ഒളിച്ചാലും അവനെയെല്ലാം ഇന്ത്യയുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നുള്ളത്, അല്ലെങ്കിൽ ഇല്ലാതാക്കി കളയും എന്നുള്ളത്, എന്ന് വെച്ചാൽ മറുപടി കൊടുക്കാതിരിക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ലോകത്തെ എല്ലാ തീവ്രവാദികൾക്കും, ആരൊക്കെ ഇത് പ്ലോട്ട് ചെയ്യുന്നുണ്ടോ ഇന്ത്യക്കെതിരെ, അവർക്കെല്ലാം കൊടുക്കുന്ന ഒരു കൃത്യമായ ഉത്തരമാണ്, ഒരു കൃത്യമായ മുന്നറിയിപ്പാണ് തവാഹുർ ഹുസൈൻ റാണ ഇപ്പോൾ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇനിയിപ്പോൾ അത് അദ്ദേഹത്തെ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ ചെയ്തു, എന്തൊക്കെ എടുത്തു എന്ന് പറഞ്ഞാൽ പോലും ആത്യന്തികമായി കൊടുക്കുന്ന ഉത്തരവിതാണ്: നിങ്ങൾ രാജ്യത്തിനെതിരെ എന്ത് തീവ്രവാദം നടത്തിയാലും ഇതായിരിക്കും നിങ്ങളുടെ എല്ലാം
ഉത്തരം രാജ്യം നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ചെറിയ ചരിത്രങ്ങൾ കൂടി നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ സുൽഫിക്കർ അലി ഭൂട്ടോയുടെ കാലത്ത് പാകിസ്ഥാനിൽ ആ സമയത്ത് അദ്ദേഹം അതിന് മുന്നേ പാകിസ്ഥാൻ യുദ്ധങ്ങൾ നടത്തി ഇന്ത്യയുമായിട്ട് വിജയിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം നടത്തിയിരുന്ന ഒരു 1000 years വാർ അഗൈൻസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൾ ബേനസീർ ഭൂട്ടോ വന്ന സമയത്തും അവരും ഇതേ സെയിം ഡയലോഗ് പറയുന്ന സാഹചര്യമുണ്ട്. 1000 years ഓഫ് വാർ അഗൈൻസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്നത്, അത് 1000 വർഷത്തേക്കുള്ള ഒരു യുദ്ധം എന്ന് വെച്ചാൽ അത് ഇസ്ലാമിക തീവ്രവാദികളുടെ എന്ന് വെച്ചാൽ ഇപ്പോൾ പാകിസ്ഥാൻ ഇവിടുന്ന് ഇസ്ലാമിസത്തിൻ്റെ പേരിൽ വിഭജിച്ച് പോയി എങ്കിലും പലപ്പോഴും അവരുടെ എക്സിസ്റ്റൻസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. കാരണം അവർക്ക് സെപ്പറേറ്റ് ഒരു രാജ്യമായിട്ട് നിലനിൽക്കുക എന്ന് പറയുന്നതിന് അവരെ സംബന്ധിച്ച് ഒരു പക്ഷേ ഈ പാകിസ്ഥാൻ ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും ഇസ്ലാമിസത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരെ സംബന്ധിച്ച് ഒരു രാജ്യമായിട്ട് നിലനിൽക്കാൻ അവർക്ക് അത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അവർക്ക് അത് മാത്രം ഉയർത്തിപ്പിടിച്ചാലേ ഒരു രാജ്യമായിട്ട് നിലനിൽക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത ബാക്കി അതിൻ്റെ അസ്തിത്വവും അതിൻ്റെ ചോരയും നീരും അതിൻ്റെ ഞരമ്പുകളും എല്ലാം ഇന്ത്യയുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ കൺവേർട്ടഡ് ആയതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നതും ബംഗ്ലാദേശ് എന്ന് പറയുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇസ്ലാമിസത്തെ ഉയർത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യമാണ്. മറ്റൊന്ന്, അവരെ സംബന്ധിച്ച് ഇന്ത്യ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ഇത് പഴയ ഇസ്ലാമിസത്തിൻ്റെ കേന്ദ്രമായിരുന്നു. ഇത് മുഴുവൻ കീഴടക്കപ്പെട്ട സ്ഥലമാണ്. ഇതിനെ തിരിച്ച് അങ്ങോട്ട് എത്തിക്കുക എന്നുള്ള അവരുടെ ഒരു ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇതെല്ലാം സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ ഉള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കൈകടത്തലുകളും അതുപോലെ ഈവൻ കേരളത്തിൽ നടക്കുന്ന തീവ്രവാദം എന്ന് പറയുന്ന എല്ലാ അവരെ സംബന്ധിച്ച് എല്ലാം ഇതിലേക്കുള്ള ഒരു പ്രവർത്തനമാണ്. ഇതെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാൻ അന്നു മുതൽ ഈ ഇന്ത്യയിലേക്ക് ഇൻഫിൽട്രേറ്റേഴ്സിന് നേരിട്ട് യുദ്ധം ചെയ്യാതെ ഇതുപോലെ പ്രോക്സികളെ വെച്ചിട്ട് ഒരു യുദ്ധത്തിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുംബൈ അറ്റാക്കിൻ്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഈ എക്കണോമിക്കൽ ക്യാപിറ്റലാണ് മുംബൈ എന്ന് പറയുന്നത്. ഞാൻ അത് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്നത് ഈ മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം പാകിസ്ഥാനുമായിട്ട് ഒരു സ്വരച്ചേർച്ച ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്രമിക്കുന്ന തീവ്രവാദി ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായ ഒരു സാഹചര്യം. അന്ന് പാകിസ്ഥാൻ ആരോപിച്ചായിരുന്നു ഇന്ത്യയാണ് അതിന് ചുക്കാൻ പിടിച്ചതെന്ന്. അതേ എന്ന് വെച്ചാൽ അപ്പം ഇതേ കാര്യമാണ് ഓർത്തത്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുള്ള ഇന്ത്യയുടെ എക്കണോമിക് ക്യാപിറ്റലായ മുംബൈയിൽ ഇവർ നടത്തിയ ഈ ആക്രമണം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ എക്കോണമിയെ ലക്ഷ്യമുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാണം കെടുത്തുക എന്നുള്ള അക്ഷരാർത്ഥത്തിലുള്ള ഒരു എന്ന് വെച്ചാൽ അവർക്കത് കാണിക്കണമായിരുന്നു ഇന്ത്യ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ. എന്ന് വെച്ചാൽ അത് ഇന്ത്യയുടെ വികസനത്തിന് തന്നെ അടിസ്ഥാനം. കാരണം നമുക്കറിയാം മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഇന്ത്യ വികസനത്തിലേക്ക് പോകുന്ന എക്കണോമിക്കായിട്ട് വലിയ വികസനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, അങ്ങനെയുള്ളൊരു ട്രെൻഡ് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് മുംബൈ അറ്റാക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് മുംബൈയിൽ അറ്റാക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം തന്നെ, എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇത്രയും ആക്രമണങ്ങൾ പലപ്പോഴും ഇന്ത്യ മെയിൻ സ്ട്രീമിൽ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ തീവ്രവാദ ആക്രമണങ്ങളെല്ലാം. പക്ഷേ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അതിനെതിരെ കണ്ണടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ്റെ ഇൻവാഷന് ശേഷം അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ ഒരു അത്യാവശ്യമായിരുന്നു. കാരണം അവിടെ കൃത്യമായിട്ട് ആക്രമണങ്ങളും അതുപോലെ തന്നെ അവിടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായിട്ട് പാകിസ്ഥാനെ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് പാകിസ്ഥാൻ അതിൻ്റെയും കൂടെ ബലത്തിലാണ് പാകിസ്ഥാൻ വളരെ കൃത്യമായിട്ട് തീവ്രവാദി ആക്രമണങ്ങൾ ഇന്ത്യയിലേക്ക് ആസൂത്രണം ചെയ്തത്. മാത്രമല്ല ഇന്ത്യ അത്രയ്ക്കും നയപരമായിട്ടുള്ള ഒരു അടുപ്പം അമേരിക്കയുമായിട്ട് ഉണ്ടായിരുന്നില്ല താനും. അതുകൊണ്ട് തന്നെ ഈ ആക്രമണങ്ങളെയെല്ലാം, ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണങ്ങളെയെല്ലാം അമേരിക്ക അടക്കം കണ്ണടയ്ക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ തഹാവൂർ റാണ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അതേ അമേരിക്ക തന്നെ, അന്ന് തീവ്രവാദത്തിനെതിരെ കണ്ണടച്ച അമേരിക്ക തന്നെ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ജിയോ പൊളിറ്റിക്സ് കൂടി ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. വെറുതെ ഒരു തീവ്രവാദിയെ കൈമാറി ഇന്ത്യക്ക് ഒരു തീവ്രവാദിയെ കിട്ടി എന്നുള്ളതിനും അപ്പുറത്ത് ഇതിൻ്റെ ഉള്ളിൽ വളരെ വലിയൊരു ജിയോ പൊളിറ്റിക്സ് ഉണ്ട്. അന്ന് പാകിസ്ഥാനെ എങ്ങനെ അമേരിക്ക കൂടെ കൊണ്ടു നടന്നോ, ഇന്ന് അതുപോലെ തന്നെ സ്ട്രാറ്റജിക്കായിട്ട് അമേരിക്കയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് ട്രംപ് വളരെ കൃത്യമായിട്ട് കണക്ക് കൂട്ടി തന്നെയാണ് ഈ തഹാവൂർ ഹുസൈൻ റാണ ഇന്ത്യക്ക് കൈമാറിയിട്ടുള്ളത്. അതൊരു നയതന്ത്ര തലത്തിൽ മാത്രമേ നമുക്ക് ഒരു രീതിയിൽ പറഞ്ഞാൽ കാണാൻ കഴിയും. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു പൊളിറ്റിക്കലായിട്ട് അത് BJP ഗവൺമെൻറ്റിന് ഒരു വലിയ വിജയമാണ്. രാജ്യത്തിന് ഒരു പക്ഷേ ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ട്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അതിൻ്റെ പിന്നിലുള്ളത് മറ്റൊരു നയതന്ത്രമാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ഈ ചൈനയുമായിട്ടുള്ള അമേരിക്കയുടെ കോൺട്രവേഴ്സിയിൽ ഇന്ത്യ
വലിയ ഏറ്റവും അവിഭാജ്യ ഘടകമായി മാറേണ്ടത് അമേരിക്കയെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. എക്യുപ്മെൻറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ അമേരിക്ക വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ പണ്ട് F-16 അടക്കമുള്ളത് പാകിസ്ഥാന് കൊടുത്തതുപോലെ ഇന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെക്കാനിസംസും മെഷീൻസും പ്ലെയിൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യക്ക് അമേരിക്ക വാഗ്ദാനം ചെയ്ത് അങ്ങനെ ഇന്ത്യയുമായിട്ട് ചേർന്ന് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബന്ദി കൈമാറ്റം എന്ന് പറയുന്നത് ഒരു പക്ഷേ എളുപ്പത്തിൽ ആ കാര്യം കൊണ്ടാണ് നടന്നത് എന്നുള്ളൊരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇനി എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു നയതന്ത്രം ഇതാണ്. മറ്റൊരു കാര്യം, നമ്മൾ ഇനി കൊച്ചിയിലേക്ക് ഇദ്ദേഹം വന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ചരിത്രം കൂടി പരിശോധിക്കുമ്പോൾ, കേരളത്തിൽ ഇദ്ദേഹം വന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് കേരളവുമായിട്ടൊരു മറ്റൊരു ചരിത്രം കൂടി നമ്മൾ പരിശോധിക്കേണ്ടത്. 1993 ഈ ചേകന്നൂർ മൗലവിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ അന്വേഷണങ്ങൾ നടക്കുന്ന സാഹചര്യമുണ്ടായി. അന്ന് കാലത്ത് ഒരുപാട് ചേകന്നൂർ മൗലവിയുടെ ജഡത്തിന് വേണ്ടി തിരയുന്ന സമയത്ത് ഒരുപാട് ജഡങ്ങൾ കടൽ തീരത്ത് അടിയുന്ന സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ ഓരോന്നും പരിശോധിച്ചതിന് ശേഷം ആ ജഡങ്ങൾ ചേകന്നൂർ മൗലവിയുടേത് അല്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു ചോദ്യം ഉയർന്നു വന്നത്, ഈ ചേകന്നൂർ മൗലവിയുടെ അത് അല്ല എങ്കിൽ ഈ ജഡങ്ങളെല്ലാം ആരുടേതാണ് എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്നത്. ആ അന്വേഷണമാണ് കൊണ്ടുചെന്നെത്തിച്ചത് മലബാറിൽ വളരെ വലിയ തോതിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, തീവ്രവാദി പ്രസ്ഥാനങ്ങൾ വളരെ തീവ്രമായിട്ട് സജീവമായിട്ട് ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം അന്വേഷണ സംഘത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായത്. അപ്പോൾ അതിനുശേഷമാണ് ഈ 5 കർസേവകരെ ഈ കൊല്ലുന്ന സാഹചര്യം, ഈ തൃശ്ശൂരിൽ രജിസ്റ്റർ ചെയ്തൊരു തീവ്രവാദ സംഘടന കൊല്ലുന്ന സാഹചര്യമെല്ലാം ഉണ്ടായതല്ല. അതിനോട് ചേർന്നാണ് വായിച്ചെടുക്കുക. എന്ന് വെച്ചാൽ അന്ന് കാലത്ത് ഇദ്ദേഹം 2008 ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ വളരെ തീവ്രമായ തീവ്രവാദത്തിൻ്റെ അടിവേരുകൾ കേരളത്തിൽ ആഴ്ന്ന് ഇറങ്ങിയിരുന്നു എന്നുള്ള ഒരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിലാണ് അദ്ദേഹം ഇവിടെ വന്നു എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ അന്ന് മുതലേ തീവ്രവാദത്തിൻ്റെ ഒരു വലിയ ഹബ്ബായി കേരളം പ്രവർത്തിച്ചിരുന്നു. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഈ ഗൾഫിൽ പോകുന്ന ആളുകളുടെ ഭാര്യമാർ വീടുകളിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ മറ്റു പലരും അവരെ ടാർഗറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ ഒതുക്കുക, അതുപോലെ തന്നെ കള്ളപ്പണത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി കൊണ്ടുവരുന്നതിന് വേണ്ടി ഇങ്ങനെയെല്ലാം തുടങ്ങിയ സംഗതികളാണ് പിന്നീട് തീവ്രവാദമായിട്ടും പക്ക തീവ്രവാദികളായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഗൾഫ് മണിയിൽ തടിച്ചു കൊഴുത്തു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മനുഷ്യൻ ഇങ്ങോട്ട് എത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന അവസരങ്ങളിൽ എന്ത് പ്രത്യാഘാതം കേരളത്തിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്ന ആളുകളിൽ പണത്തിനും ഏത് രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത്, അത് ഏതൊക്കെ കാര്യങ്ങൾ വെളിച്ചത്ത് വരുമെന്നുള്ളത് പിന്നീട് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. പക്ഷേ എന്താണെങ്കിലും ഇങ്ങനെയൊരു സാഹചര്യം ഇദ്ദേഹം വരുന്ന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഒരു രീതിയിൽ പറഞ്ഞാൽ ക്രൈസ്തവർക്കെതിരെ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ പോലും അത്രയും കാലം മുതൽ, എന്ന് വെച്ചാൽ പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ തന്നെ പല ആളുകളും ഇതിനെക്കുറിച്ച് ഒരുപാട് ലേഖനങ്ങൾ പല സ്ഥലങ്ങളിൽ എഴുതിയിട്ടുള്ളതാണ്, ഈ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമടക്കം. പക്ഷേ നമ്മൾ കൃത്യമായിട്ടും അത് ഉൾക്കൊണ്ടിരുന്നില്ല. ഇപ്പോഴാണ് നമ്മൾ അക്ഷരാർത്ഥത്തിൽ അതിനെയെല്ലാം അനുഭവിച്ച് അറിയാൻ തുടങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പക്ഷേ ഇവർ വർഷങ്ങളായിട്ട് ഇത് തുടങ്ങിയതാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ചോദ്യം ഇദ്ദേഹം ഇവിടെ വന്നു എന്ന് പറയുമ്പോൾ, ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഈ നമ്മുടെ കേരളത്തിലെ തീവ്രവാദ ഹബ്ബായിരുന്നു എന്ന് പറയുന്ന പ്രദേശങ്ങളുടെ ഒരു ചരിത്രം കൂടി ഒരുപക്ഷെ പുറത്തു വരും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരുപക്ഷെ കാത്തിരിക്കാം. അങ്ങനെയും വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഈ തവാഹുർ ഹുസൈൻ റാണ ആ വ്യക്തി, ആ ഇസ്ലാമിക ഭീകരനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പാകിസ്ഥാൻ ഒരു ഡിനയൽ മോഡിലേക്ക് വന്നിട്ടുണ്ട്. അത് പാകിസ്ഥാൻ്റെ ഒരു സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശൈലി തന്നെയാണ്. ഏതൊരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ആരെ പിടിച്ചാലും അത് അവർക്ക് പങ്കുണ്ടെങ്കിൽ പോലും അത് നിഷേധിക്കുക എന്നുള്ള ഒരു കാര്യം. ഈ തവാഹുർ ഹുസൈൻ റാണ ആക്ച്വലി ആരാണ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ പാകിസ്ഥാൻ മിലിറ്ററിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. അത് മെഡിക്കൽ ഫീൽഡിലാണെന്ന് മാത്രം. ആ ഉന്നത ഉദ്യോഗസ്ഥനാണ് തവാഹുർ ഹുസൈൻ റാണ. ഈ പറയുന്ന ദാവൂദ് സയ്യിദ് ഗിലാനി, അതായത് മാധ്യമങ്ങൾ വിളിക്കുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്ന ദാവൂദ് സയ്യിദ് ഗിലാനി, ആ 2 വ്യക്തിത്വങ്ങൾ, അതായത് 2 പേരും പഠിച്ചത് പാകിസ്ഥാനിലെ ഉന്നതമായിട്ടുള്ള ഒരു മിലിറ്ററി സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ ഈ പാക് മിലിറ്ററി അവിടെ പഠിച്ചിറങ്ങിയ ഉദ്യോഗസ്ഥരുമായിട്ട് ഇവർക്ക് 2 പേർക്കും കൃത്യമായിട്ടുള്ള ഒരു റിലേഷനുണ്ട്, കൃത്യമായിട്ടുള്ള ബന്ധമുണ്ട്. ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ ഡേവിഡ് ഹെഡ്ലി, ആ വ്യക്തിയെ, ആ ഭീകരനെ, അല്ലെങ്കിൽ ദാവൂദ് സയ്യിദ് ഗിലാനി എന്നാണ് ഞാൻ ഇനി വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ പേരാണ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ ദാവൂദ് സയ്യിദ് ഗിലാനിയെ എങ്ങനെ പാക് മിലിറ്ററി അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഇൻ്റലിജൻസ് ഏജൻസി
സംഘടനയായിട്ടുള്ള ISI മുംബൈ ഭീകരാക്രമണത്തിലേക്ക് ആ വഴിയൊരുക്കി അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാക്കി അതിൻ്റെ ഗൂഢാലോചനയിലേക്ക് എങ്ങനെ നയിച്ചു എന്നതിനെപ്പറ്റി ഒരു ചെറിയൊരു വിശദാംശം പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2006 ജനുവരി മാസത്തിലാണ് ഈ അബ്ദുർ റഹ്മാൻ ഹാഷിം പേഷ സയ്യിദ് എന്ന് പറയുന്ന റിട്ടയർഡ് ആയിട്ടുള്ളൊരു പാകിസ്ഥാൻ ആർമി മേജർ, ആ പറയുന്ന വ്യക്തി ഒരു ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ഭീകരൻ കൂടിയാണ്. ആ വ്യക്തിയുമായിട്ട് ഈ ദാവൂദ് സയ്യിദ് ഗിലാനി, ഡേവിഡ് കോൾമാൻ ഹെഡ്ഡി ഒരു ബന്ധം സ്ഥാപിക്കുന്നത്. ആ വ്യക്തി വഴി പിന്നീട് ഒരു പാകിസ്ഥാൻ ആർമിയിൽ തന്നെയുള്ള ഒരു മേജർ ഇക്ബാലുമായിട്ടുള്ളൊരു ബന്ധം ഈ പറയുന്ന വ്യക്തി സ്ഥാപിക്കുന്നു. മേജർ ഇക്ബാൽ വഴി പാകിസ്ഥാൻ ആർമിയിൽ ഒരു കേണലുമായി ബന്ധം സ്ഥാപിക്കുന്നു. ഈ പറയുന്ന രണ്ടുപേരുമാണ് പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അഥവാ ദാവൂദ് സയ്യിദ് ഗിലാനിക്ക് ഈ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ നടത്താനുള്ള ഒരു ട്രെയിനിങ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ മേജർ ഇക്ബാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തവാഹുർ ഹുസൈൻ റാണ ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻസി റൺ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ മുംബൈ ഓഫീസ് ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അല്ലെങ്കിൽ ദാവൂദ് സയ്യിദ് ഗിലാനി വഴിയാണ് ഓപ്പൺ ചെയ്തത്. അത് ഓപ്പൺ ചെയ്യാൻ $25,000 കൊടുത്തത് ഈ ഇക്ബാലാണ്. ആ ഓഫീസിൻ്റെ മറവിലാണ് ഇവിടെയുള്ള ഭീകരാക്രമണങ്ങൾ, മുംബൈ ഭീകരാക്രമണത്തിന് ഇവർ ചുക്കാൻ പിടിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദാവൂദ് സയ്യിദ് ഗിലാനിയുടെ ഒരു വെസ്റ്റേൺ ലുക്ക് അത് ഇവർ മാക്സിമം മുതലെടുത്തിട്ടുണ്ട്. ഈ പേര് മാറാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു സെക്കുലർ സ്വഭാവമുള്ള പേര് തന്നെ മാറ്റാനുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അത് ലഷ്കർ ഇ തോയ്ബയുടേത് തന്നെയായിരുന്നു. അവരുടെ പ്രേരണ പ്രകാരമാണ് ഈ പേരുമാറ്റം നടന്നത്. അപ്പോൾ എത്രത്തോളം കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ഇവർ ഈ ഒരു ഓപ്പറേഷൻ നടത്തിയത്? എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഒരു പാകിസ്ഥാനിലെ ഉന്നത ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ഒരു വ്യക്തി, അത് റിട്ടയർ ആയിക്കോട്ടെ, അദ്ദേഹത്തിന് ഇപ്പോൾ കാനേഡിയൻ പൗരത്വമുണ്ട്, ആ വ്യക്തി മുംബൈയിൽ ഒരു കൺസൾട്ടൻസി, ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ഈ പറയുന്ന വ്യക്തി, അതായത് ദാവൂദ് സയ്യിദ് ഗിലാനി എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇങ്ങനൊരു ഓപ്പറേഷൻ ഇവിടെ നടക്കുമ്പോൾ അന്നത്തെ ഭരണകൂടം എന്തുകൊണ്ട് അത് തിരിച്ചറിയാതെ പോയി എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഒന്നാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ പല ചോദ്യങ്ങളും അവിടെ അവശേഷിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം റോബിൻ സൂചിപ്പിച്ചതുപോലെ ഈ 2008 നവംബർ മാസത്തിലാണ് ഈ തവാഹുർ ഹുസൈൻ റാണ കൊച്ചിയിലേക്ക് എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഈ മറൈൻ ഡ്രൈവിനടുത്തുള്ള ഒരു ഹോട്ടലിലാണ് താമസിച്ചതെന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത്. ആ വ്യക്തി ഇവിടെ കൊച്ചിയിലേക്ക് എത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമിഗ്രേഷൻ കൺസൾട്ടൻസി സർവീസിൻ്റെ മറവിലാണ്. അത് US-ലും കാനഡയിലും റിക്രൂട്ട്മെൻ്റ് ഉണ്ട് എന്ന ഒരു വ്യാജേന, അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കുക എന്ന വ്യാജേനയാണ് കൊച്ചിയിൽ എത്തിയതെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ആ വ്യക്തി ഇവിടെ കൃത്യമായും പലരെയും കണ്ടിട്ടുണ്ട്. അതായത് മുംബൈ ഓപ്പറേഷന് കേരളത്തിൽ നിന്നുള്ള ഒരു പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തവാഹുർ ഹുസൈൻ റാണ ഇവിടെ വന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പ്രതാപ കാലഘട്ടമാണ്. പിന്നീട് ഒരു 2 വർഷത്തിന് ശേഷമാണ് ജോസഫ് മാഷിൻ്റെ കൈവെട്ടുമായി ബന്ധപ്പെട്ട പല ഇൻസിഡൻസും ഒക്കെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ പല നിഗൂഢതകളും ഇനി ചുരുളഴിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ. കേരളത്തിൽ നിന്നും ആരൊക്കെയാണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്? നമുക്കറിയാം ഈ ശ്രീലങ്കയിൽ ഈസ്റ്റർ ബോംബിംഗ് ഒക്കെ ഉണ്ട്. 2019 ഈസ്റ്റർ ബോംബിംഗ് ഒക്കെ ഉണ്ടായപ്പോൾ അതിൻ്റെ അന്വേഷണം വരെ കേരളത്തിലെത്തിയതാണ്. ഇപ്പോൾ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ അന്വേഷണം വരെ കേരളത്തിലേക്ക് എത്തുന്നു. ഈ തവാഹുർ ഹുസൈൻ റാണെ ഒരു പക്ഷേ കൊച്ചിയിലെത്തി ചോദ്യം ചെയ്യിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ സുരക്ഷാ കാരണങ്ങളാൽ അത് നടക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങൾ അതീവ നിർണായകമാണ്. കേരളത്തിൽ നിന്നും ആരൊക്കെ ബൗദ്ധികമായും സാമ്പത്തികമായും ഇന്ത്യയെ നടുക്കിയ, ഇന്ത്യയുടെ ചങ്കിൽ ഒരു മുറിവായി മാറിയ മുംബൈ ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നു എന്നത് കൃത്യമായ ചില വിവരങ്ങൾ, വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ വരാൻ സാധിക്കും. ഏതായാലും കേന്ദ്ര സർക്കാരിനെ നാം അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് 2014 ശേഷം ഈ മുംബൈ ഭീകരാക്രമണം പോലുള്ള ഒരു മേജറായിട്ടുള്ള ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ നടന്നില്ല എന്നതൊരു ചരിത്ര യാഥാർത്ഥ്യം തന്നെയാണ്. അത് കേന്ദ്രം ഭരിക്കുന്ന ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു മിടുക്ക് തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അവർ എടുക്കുന്ന ശക്തമായിട്ടുള്ള നിലപാടുകൾ കാരണം വലിയ രീതിയിലുള്ള ഭീകരാക്രമണങ്ങൾ, അതിനു മുമ്പ് പല ആക്രമണങ്ങളും ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. നമുക്കറിയാം പാർലമെൻറ്റ് അറ്റാക്ക് മുതൽ നിരവധി സ്ഫോടനങ്ങൾ ഇന്ത്യയിൽ എമ്പാടും നടന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും 2014 ശേഷം അതിൻ്റെ എണ്ണത്തിൽ വലിയൊരു കുറവ് വന്നിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു മിടുക്ക് തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയും. അപ്പോൾ അരുൺ, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ 2008 മുംബൈ ഭീകരാക്രമണം അത് വളരെ വലിയൊരു മുറിവ് ഇന്ത്യൻ ജനതയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതുപോലുള്ളൊരു ആക്രമണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങളുടെ ഒരു ഫ്രീക്വൻസി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 2014 ശേഷം അത് സംഭവിക്കുന്നില്ല. വളരെ ഒരു ഗണ്യമായ ഒരു അളവിൽ അത് കുറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം ഒരു ഭീകരാക്രമണങ്ങളിൽ അല്ലെങ്കിൽ തീവ്രവാദ ആക്രമണങ്ങളിൽ ഇന്ത്യയിലൊരു വലിയ രീതിയിലുള്ള ഒരു കുറവ് ആ ഒരു കാലഘട്ടത്തിന് ശേഷം, പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇന്ത്യയിൽ സംഭവിക്കുന്നത്? ജോർജി ചോദിച്ച ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഇന്ത്യ പഴയ ഇന്ത്യയല്ല. ഇതാണ് അതിനുള്ള ഒരു ഉത്തരം. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെ ബേസ് ചെയ്തിട്ടല്ല ഇത് പറയുന്നത്. അതായത് ഇന്ത്യയിൽ ഈ 2014 ശേഷം വന്നിരിക്കുന്ന ഒരു സ്ഥിരതയുള്ളൊരു ഗവൺമെൻറ്റാണ്, ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ്റാണ്, മറ്റു കോയാലിഷൻ പാർട്ടികളുടെ ഇൻഫ്ലുവൻസ് അധികം ഇല്ലാത്തൊരു ഗവൺമെൻറ്റാണ്. ഇത് തന്നെയാണ്
ഇപ്പോൾ ഇന്ത്യയിൽ ഈ സമാധാനത്തിൻ്റെയും ഈ ഇസ്ലാമിക തീവ്രവാദികൾക്ക് അഴിഞ്ഞാടാനുള്ള സാഹചര്യങ്ങൾ അത് മാറി വരുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. നമ്മളിവിടെ സംസാരിക്കുന്നത് ഫാക്റ്റുകളാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളോ അല്ല നമ്മൾ സംസാരിക്കുന്നത്. ഫാക്റ്റുകളൊന്ന് പരിശോധിച്ച് നോക്കുക. ഈ 2014 മുമ്പ്, അതായത് ഈ 90കളുടെ അവസാനത്തിലും 2014 വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ടെററിസ്റ്റ് അറ്റാക്കുകളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മാത്രം മതി. എത്ര ആക്രമണങ്ങളാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് സീരീസ് ബോംബ് ബ്ലാസ്റ്റിങ്ങുകളായിരുന്നു. അതിൽ ഭൂരിഭാഗം നടന്നത് മുംബൈയിലും ഡൽഹിയിലൊക്കെയാണ്. പിന്നെ ജയ്പൂരിൽ നടന്നു, അഹമ്മദാബാദിൽ നടന്നു, ഹൈദരാബാദിൽ നടന്നു, ബാംഗ്ലൂർ നടന്നു. ഇന്ത്യയിലെ മേജറായിട്ടുള്ള സിറ്റികളിലെല്ലാം തുടർച്ചയായിട്ട് സീരീസ് ബോംബ് ബ്ലാസ്റ്റുകളാണ് നടന്നത്. എന്നാൽ 2014 കൂടിയിട്ട് ചിത്രം മാറുകയാണ്. ശരിക്കും 2014 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ ഇയറാണ്. ആ ഒരു വർഷത്തിലാണ് ലോകമെമ്പാടും, ഇന്ത്യയിൽ തീവ്രവാദികൾ അഴിഞ്ഞാടിയിരുന്ന കാലം തന്നെയാണ് അതിന് മുമ്പത്തെ കാലങ്ങൾ, പക്ഷേ ലോകമെമ്പാടും ഇസ്ലാമിക് സ്റ്റേറ്റ് അവരുടെ വളർച്ചയുടെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയ വർഷങ്ങളാണ് 2014 2015 എല്ലാം. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും മുജാഹിദിനുകൾ ജിഹാദിനായിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ചേരാൻ പോയി. നമ്മുടെ കൊച്ചു കേരളത്തിലും അനേകം പേര് പോയി. പക്ഷേ അവർ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറൈസാൻ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ആഫ്രിക്ക, സബ് സഹാറൻ ഏരിയയിൽ, അതുപോലെ തന്നെ യൂറോപ്പിൽ, ലോകമെമ്പാടും അവർക്ക് പ്രൊവിൻസുകളും കാര്യങ്ങളും അവരുണ്ടാക്കിയപ്പോഴും അവർക്കൊരു ഹിന്ദ് പ്രൊവിൻസ് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അവരതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഹിന്ദ് പ്രൊവിൻസ് അവർക്ക് കൃത്യമായിട്ട് തുടങ്ങാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറൈസാനാണ് ഇന്ത്യയുടെ കാര്യങ്ങൾ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവർ വീരവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറൈസാൻ ഇന്ത്യയെ ആക്രമിക്കാനുള്ള വീരവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇന്ത്യയെ തൊടാൻ പറ്റുന്നില്ല. ഇന്ത്യയിൽ നിന്ന് അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? ഇവിടെ തീവ്രവാദികൾ ഇല്ലാഞ്ഞിട്ടാണോ? അതോ തീവ്രവാദാനുഭവമുള്ളവർ ഇന്ത്യയിൽ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. നമ്മുടെ രാജ്യത്ത് തീവ്രവാദാനുഭവമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല, രംഗത്തേക്ക് വരാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമുക്ക് തീവ്രവാദികളുടെ ഒരു ആക്രമണങ്ങൾ നോക്കുകയാണെങ്കിൽ, ലോകവ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ 2 ടാക്ടിക്സാണ് അവർ മെയിനായിട്ട് കാണുന്നത്. ഒന്ന് ബിൻ ലാദൻ്റെ ടാക്ടിക്സ്. ബിൻ ലാദൻ്റെ ടാക്ടിക്സിന്, അതായത് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കാൻ ഗ്രൗണ്ട് സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. കാരണം അത് എയർ ടു എയർ ആണ് കാര്യങ്ങൾ നീക്കുന്നത്. അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് അമേരിക്കയെ ആക്രമിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു. പക്ഷേ ഭൂരിഭാഗം ഭീകരാക്രമണങ്ങൾ നടക്കുന്നത് ഗ്രൗണ്ട് ലെവലാണ്. ഗ്രൗണ്ട് ലെവൽ ആക്രമണങ്ങൾ നടത്തണമെങ്കിൽ ഗ്രൗണ്ട് സപ്പോർട്ട് കൂടിയേ തീരൂ. നമുക്കറിയാം, ഹമാസ് ഒക്ടോബർ 23 മുമ്പ് അവർ നടത്തിയ ആക്രമണങ്ങൾ അത് മിസൈൽ ആക്രമണങ്ങളാണ്. പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. ഇസ്രായേലിലേക്ക് നേരെ വിടുന്നു. ഇസ്രായേലിന് ഒരു അയോൺ ഡോം എന്ന സിസ്റ്റം സംവിധാനം ഉള്ളതുകൊണ്ട് ആ മിസൈലുകൾ പതിക്കാതെ അവർ രക്ഷപ്പെടുന്നു. പക്ഷേ ഒക്ടോബർ 23 അവരെങ്ങനെയാണ് ആക്രമണം നടത്തിയത്? ഒക്ടോബർ 23 ആക്രമണത്തിന് അവർക്ക് ഇസ്രായേലിൽ പോയി ജോലി ചെയ്യുന്ന ഗാസക്കാരുടെ കൃത്യമായൊരു പിന്തുണയും സപ്പോർട്ടും കിട്ടി. അതായത് ഇസ്രായേലിൻ്റെ ഭൂമിയിൽ നിന്ന് തന്നെ അവർക്ക് കൃത്യമായൊരു ഗ്രൗണ്ട് സപ്പോർട്ടും അവിടെ നിന്നുള്ള ഡാറ്റകളും അവർക്ക് ആക്രമിക്കേണ്ട ലക്ഷ്യങ്ങളെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ മാപ്പും കാര്യങ്ങളെല്ലാം അവർക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് അവർ ആക്രമണം നടത്തിയത്. പക്ഷേ ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥ അങ്ങനെയല്ല. ഭീകരർക്ക് കൃത്യമായ ഗ്രൗണ്ട് സപ്പോർട്ട് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നില്ല. ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കാൻ ആർക്കും ധൈര്യമില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ മാത്രമല്ല, അവനും അവൻ്റെ കുടുംബവും അവൻ്റെ സമൂഹം അടക്കം വഴിയാധാരമാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒന്നും കൂടി ചിന്തിക്കും. കാരണം അവരുടെ ജീവൻ മാത്രമല്ല, അവനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങൾക്കും നഷ്ടം വരികയാണ്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഇരിക്കുന്നത്. ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറൈസാൻ എത്രയോ ലോൺലി വോൾഫ് അറ്റാക്കുകൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യക്കാരെ പ്രേരിപ്പിച്ചു. പക്ഷേ നടക്കുന്നില്ല. കാരണം ഇതാണ്, ഇന്ത്യ ഇപ്പോൾ പഴയ ഇന്ത്യ അല്ല. ഇന്ത്യയിലത്തെ ഇപ്പോഴത്തെ ഭരണം തീവ്രവാദികൾക്ക് ഒരു വിധത്തിലും അനുകൂലമായൊരു ഭരണ സംവിധാനമല്ല. ഇത്രയും നാൾ ഇന്ത്യയിലുണ്ടായിരുന്ന ഭരണകൂടങ്ങളുടെ ചിന്ത ഭീകരന്മാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് എതിരാകും, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്നൊരു ഫോൾസ് ആയിട്ടുള്ളൊരു ചിന്ത അവരുടെ തലയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ എത്ര വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും, ഇപ്പോൾ ഈ മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായിട്ട് പോലും, അത്രയും പ്രധാനപ്പെട്ട ഒരു അറ്റാക്ക് ഉണ്ടായിട്ടും ഇന്ത്യ തിരിച്ചടിച്ചില്ല. കൃത്യമായിട്ട് പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയും ലഷ്കർ ഇ തോയ്ബയും എല്ലാം തെളിവുകളും ഇന്ത്യക്ക് ലഭിച്ചിട്ടും ഇന്ത്യ നയതന്ത്ര മാർഗങ്ങളാണ് സ്വീകരിച്ചത്. പക്ഷേ ഇങ്ങനൊരു അറ്റാക്ക് ഇന്നായിരുന്നു നടന്നിരുന്നെങ്കിലോ, ഇപ്പോൾ ആ രാജ്യങ്ങൾക്ക് ഇന്ത്യയെ തൊടാൻ ധൈര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ആക്രമണമില്ലാത്തത്. കാരണം അവർ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കുമെന്ന് അവർക്ക് ഇന്ത്യ പറയാതെ തന്നെ ഇപ്പോൾ അറിയാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞതിന് ഇന്ത്യയിൽ ഒരേ ഒരു വ്യത്യാസമുള്ളത് നമ്മുടെ ഈ കേരള നാട്ടിൽ മാത്രമാണ്. നമ്മുടെ കേരളത്തിൽ തീവ്രവാദികൾക്ക് ഇപ്പോഴും വളക്കൂറുള്ള മണ്ണുണ്ട്. ഇന്നും അന്നും ഒരുപോലെ തീവ്രവാദികൾ ഇവിടെ തഴച്ചു വളരുന്നു. ഈ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയവരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ്. ജോർജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീലങ്കയിൽ ആക്രമണം ഉണ്ടായപ്പോൾ അതിൻ്റെ അന്വേഷണം വന്നെത്തിയത് കേരളത്തിലാണ്. അജ്മൽ കസബിനെ തൂക്കിലേറ്റിയപ്പോൾ, യഹിയ സിൻവാർ കൊല്ലപ്പെട്ടപ്പോൾ നമ്മുടെ നാട്ടിലാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥന നടന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് കാബൂളിൽ ആക്രമണം നടത്തിയപ്പോൾ അതിൻ്റെ സൂത്രധാരനും അതിലെ ചാവേറും എല്ലാം മലയാളികളാണ്. ഇപ്പോൾ ഈ തഹാവൂർ ഹുസൈൻ റാണ, അദ്ദേഹം ഈ മുംബൈ സ്ഫോടനത്തിൻ്റെ 10 ദിവസം മുമ്പ് കൊച്ചിയിലെത്തി. എന്തിനു വേണ്ടി?
ഇവിടെ ആരാണ് അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തത്? ഈ കാര്യങ്ങളും അന്വേഷിക്കപ്പെടേണ്ടതാണ്. സകല തീവ്രവാദ ഗ്രൂപ്പുകളുടെയും പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാശ്മീരിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളല്ലാതെ, പാകിസ്ഥാനിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളല്ലാതെ സിമി ആയിക്കൊള്ളട്ടെ, PFI ആയിക്കൊള്ളട്ടെ, മറ്റേത് തീവ്രവാദ സംഘടനകളായിക്കോട്ടെ, ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിക്കോട്ടെ, അവരുടെ എല്ലാവരുടെയും ഒരു കേന്ദ്രം, ഒരു ഹബ്ബായിട്ട് പ്രവർത്തിക്കുന്നതും നമ്മുടെ ഈ കൊച്ചു കേരളമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭാവി ശോഭനമാണെന്ന് പറഞ്ഞാലും കേരളത്തിൻ്റെ ഭാവി അത്ര ശോഭനമൊന്നുമല്ല. ഇവിടെ ക്രൈസ്തവർ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ എന്തുകൊണ്ട് ചബാത് ഹൗസ്, നരിമാൻ ഹൗസ് ഇവർ ലക്ഷ്യം വെച്ചു? ഇന്ത്യയെയാണല്ലോ ഇവർ ആക്രമിച്ചത്. എന്തിനാണ് ഈ ചബാത് ഹൗസ്? അത് കൃത്യമായിട്ട് അവരുടെ അജണ്ട, അല്ലെങ്കിൽ ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ, അത് പാകിസ്ഥാനിലിരുന്നോട്ടെ, ലോകത്തിൻ്റെ എവിടെ ഇരുന്നോട്ടെ, അവരുടെ കൃത്യമായ അജണ്ട അത് അവരുടെ ജൂത വിരോധം തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരോടും ജൂതന്മാരോടുള്ള വിരോധം അവരുടെ കൂടപ്പിറപ്പുകളാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഉന്മൂലനം തന്നെയാണ് ലോകമെങ്ങും അവർ ലക്ഷ്യം വയ്ക്കുന്നത്. ഇത് ക്രൈസ്തവർ മറന്നു പോകരുത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ ഭീകരരെ പൊക്കി പിടിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വാഴ്ത്തുപാട് പാടുന്ന പ്രകടനങ്ങളെല്ലാം നമ്മൾ വിലയിരുത്തേണ്ടതും കാണേണ്ടതും. ലഷ്കർ ഇ തൊയ്ബ എന്ന ഇസ്ലാമിക ഭീകര സംഘടനയെ മുൻനിർത്തി പാക് ഭരണകൂടത്തിൻ്റെ, പാക് മിലിറ്ററിയുടെ, പാക് രഹസ്യാന്വേഷണ ഏജൻസികളുടെ എല്ലാ സന്നാഹത്തോടെ, എല്ലാ അനുഗ്രഹ ആശിസ്സുകളോടെ ഇന്ത്യക്കെതിരെ നടത്തപ്പെട്ട ഒരു ആക്രമണം ആണ് മുംബൈ ഭീകരാക്രമണം. 2008 നടന്ന മുംബൈ ഭീകരാക്രമണം. ആ ഒരു ആക്രമണം ഇന്ത്യയുടെ ഹൃദയത്തിൽ സൃഷ്ടിച്ച മുറിവ് വളരെ ആഴത്തിലുള്ളതാണ്. തീർച്ചയായും ഈ അടുത്ത ദിവസങ്ങളിൽ ആ ആക്രമണവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിന് വളരെയധികം കരുത്ത് പകരുന്നതാണ്. ആ ആക്രമണത്തിൽ വളരെ നിർണായകമായിട്ടുള്ള, അതീവ പ്രാധാന്യമേറിയ ഒരു ചുക്കാൻ പിടിച്ച പങ്കുവഹിച്ച ഇസ്ലാമിക ഭീകരൻ തവാഹുർ ഹുസൈൻ റാണയെ അമേരിക്കയിൽ നിന്ന് നീണ്ട 14 വർഷത്തിന് ശേഷം അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ഇന്ത്യൻ ഭരണകൂടത്തിന് സാധിച്ചു. ഇനി പുറത്തു വരേണ്ടത് ആരൊക്കെയാണ് ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെയുള്ള ഈ പാക് ഭീകര സംഘടനകളുടെ, പാക് സർക്കാരിൻ്റെ ഇന്ത്യക്കെതിരെയുള്ള ഈ ഒരു ആക്രമണത്തിന് ഒരു ഒത്താശ ചെയ്തത്, അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിച്ചത്. വരും ദിവസങ്ങൾ വളരെയധികം നിർണായകമാണ്. തവാഹുർ ഹുസൈൻ റാണ എന്തുകൊണ്ട് കേരളത്തിൽ വന്നു, ഇവിടെ കേരളത്തിൽ എത്തിയതിന് ശേഷം ആരൊക്കെ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി എന്നതൊക്കെ വളരെ നിർണായകമാണ്. കേരളത്തിൽ നിന്നും ആരൊക്കെ ഈ ഒരു ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരട്ടെ. ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ, തീവ്രവാദത്തിനെതിരെ നടത്തുന്ന ഈ ഒരു പോരാട്ടത്തിന് എല്ലാ ഐക്യദാർഢ്യവും അറിയിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ രാജ്യദ്രോഹ ശക്തികൾക്കെതിരെ ഭരണകൂടം നടത്തുന്ന ഈ ഒരു പോരാട്ടത്തിന് രാഷ്ട്രീയം മറന്ന്, അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏക മനസ്സോടെ ഒരു പിന്തുണ തീർച്ചയായും കൊടുക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഭീകരതയ്ക്കെതിരെ തുറന്ന യുദ്ധത്തിൽ ഏർപ്പെടുവാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിക്കട്ടെ. അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച്, പ്രീണനമൊക്കെ മാറ്റിവെച്ച് ഇസ്ലാമിക ഭീകരതയെ ഈ രാജ്യത്തു നിന്നും തുടച്ചു നീക്കുവാൻ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ സാധിക്കട്ടെ എന്ന വ്യക്തമായ നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.